7 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി ഡൽഹി പോലീസ്. 4 അംഗ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക ശ്രമിക്കുകയായിരുന്നു. ഹരിയാനയിലെ ഹൻസിയിലുള്ള ഒരു ഫാം ഹൗസിൽ നിന്നാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഒരു തോക്കും പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, കുട്ടിയെ എങ്ങനെയാണ് പോലീസിന് കണ്ടെത്താനായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി സെപ്റ്റംബർ 24 ഈ കുട്ടിയെ 4 അംഗ സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോകുന്നത് വെസ്റ്റ് ഡൽഹിയിൽ നിന്നായിരുന്നു. പിന്നീട് ഹൻസി, അതായത് ഹരിയാനയിലെ ഹൻസി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫാം ഹൗസിൽ എത്തിച്ചാണ് ഈ കുട്ടിയെ ഇത്രയും ദിവസം പാർപ്പിച്ചിരുന്നത്. എന്താണ് തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിലുള്ള ലക്ഷ്യമെന്നുള്ള കാര്യം ഇതുവരെയും ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ 24 വൈകിട്ട് ഈ കുട്ടിയുടെ അമ്മ ഡൽഹി പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. സ്കൂളിൽ പോയിട്ടുള്ള തൻ്റെ മകനെ തിരിച്ച് കാണാനില്ല, തിരിച്ച് വന്നിട്ടില്ല എന്നുള്ള കാര്യം. മാത്രമല്ല, തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് തൻ്റെ മുൻ പങ്കാളി, അതായത് ലിവിൻ പങ്കാളിയാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നുള്ള കാര്യം കൂടി പോലീസിൽ കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഉത്തർപ്രദേശിലേക്കും അതുപോലെ ഹരിയാനയിലേക്കും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതും വലിയ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തത്. പിന്നാലെ ട്രേസ് ചെയ്യാൻ സാധിച്ചു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ ഫാം ഹൗസിലേക്ക് കുട്ടിയെ ട്രേസ് ചെയ്ത് ഈ അന്വേഷണ സംഘം എത്തിയത്. ചെറിയൊരു ഏറ്റുമുട്ടൽ നടന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്തായാലും 4 പ്രതികളെയും പിടികൂടിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അജയ് വർമ്മ, അമിത്, സച്ചിൻ, അതുപോലെ അജയ്, ഈ 4 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഡൽഹി പോലീസ് ഇവിടെ ഡൽഹിയിലേക്ക് തന്നെ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു പിസ്റ്റളും ഒരു തോക്കും ഈ പ്രതികളിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഈ കുട്ടിയുടെ അമ്മയുടെ മുൻ പങ്കാളിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിടിയിലായിട്ടുള്ളത് അയാളാണോ എന്നുള്ള കാര്യവും ഡൽഹി പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നു. വൈകാതെ തന്നെ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്.